സ്കൂളുകൾ തുറക്കും മുമ്പ് 9 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കുട്ടികൾക്ക് കൈത്തറി യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏലൂർ GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി ഗോപികൃഷ്ണന് യൂണിഫോം നൽകിയായിരുന്നു കൈത്തറി യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നത്. ഇക്കുറി 4,75,242 ആൺകുട്ടികൾക്കും 4,57,656 പെൺകുട്ടികൾക്കുമാണ് യൂണിഫോം നൽകുന്നത്. ഇതിനായി 42.5 ലക്ഷം മീറ്റർ തുണിയാണ് കൈത്തറി വകുപ്പ് തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ഹാൻഡ്വീവും, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ ജില്ലകളിൽ ഹാൻഡ്ടെക്സുമാണ് വിതരണം ചെയ്യുന്നത്. 1 മുതൽ 4 വരെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ അക്കാദമിക് ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമെന്നും എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അക്കാദമിക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ഇതിനായി അവധിക്കാലത്ത് രക്ഷകർത്താക്കൾക്ക് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പരിശീലനം നൽകും. +1 പ്രവേശനം കൂടുതൽ ശാസ്ത്രീയമാക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാകും നടക്കുകയെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1ാം പിണറായി ഗവൺമെന്റ് 2ാം പിണറായി ഗവൺമെന്റുമായി 3000 കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പ്രാവശ്യം കുട്ടികളുടെ കണക്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ഇതനുസരിച്ചാണെങ്കിൽ 6005 പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടി വരും. അത് ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കൈത്തറി വ്യവസായത്തെ നിലനിർത്തുന്നതിന് സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന കൈത്തറി യൂണിഫോം പദ്ധതിയെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇതിനായി 469 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതിൽ 284 കോടി രൂപയും കൈത്തറി തൊഴിലാളികൾക്ക് ലഭിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.